ത്രില്ലിംഗ് കളി. അതെ, ഇതിലും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കളി കാണിച്ചു തരുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റാ. നിന്ന് റോളക്സ് കളിക്കണ്ട് താഴെ ഇറങ്ങി അടങ്ങ് നീ. ടർഫിന്റെ ആൾക്കാരെങ്ങാനും വന്നാണ്ടില്ല കഴുത്തിന് പിടിക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു ചെറിയ ആവേശത്തില് കേറി പറഞ്ഞതാ. എന്റെ സെറ്റിൽമെന്റ് കൊടുക്കാൻ സാധനമൊന്നുമില്ലാത്ത. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി ആവേശം കൂടുതലാ. കോട്ടയുടെ ഫ്രാൻസിസ് കളിയാവുമ്പോ ജയിക്കും തോൽക്കും, നീ അതിനെ അങ്ങനെ കണ്ടാ മതി. അളിയാ ശരത്തെ, ഇന്നലത്തെ കളി കഴിഞ്ഞപ്പോ മുംബൈ സിറ്റിനെക്കാളും ലാഭം നിങ്ങൾക്കാന്ന് എനിക്കറിയാം. അല്ലയോ അളിയാ, നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ് കേട്ടോ. എന്താണ് നാച്ചുറൽ ആക്ടിങ്? എന്താ സംഭവം? ഞങ്ങൾ ഇന്നലെ മുംബൈനോട് തോറ്റത് കൊണ്ട് ടേബിളിൽ ഇവരുടെ സെക്കൻഡ് പൊസിഷൻ പോയില്ല. അത്രേ ഉള്ളൂ? ഇതാണ് ഇത്ര വലിയ കാര്യം? ആ അത്ര ഉള്ളൂടാ. അത് മാത്രല്ല, പിന്നെ ഞങ്ങളുടെ മുംബൈയുടെ അടക്കേ 7 പ്ലെയേഴ്സിന് റെഡ് കാർഡ് കിട്ടി പുറത്തു പോയത്. അതിൽ മുംബൈയുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ആകാശ് മിശ്രയും പെടും. അതെങ്ങനെ ഇവന് ലാഭമാണ്? ചെറിയൊരു തരത്തില് ലാഭമാവും. എങ്ങനെ? അടുത്ത കളി നീ കഥകളി കളിക്കാണ്ട് കാര്യം തെളിച്ചു പറ. അടുത്ത കളി ഞങ്ങളും മുംബൈ ആണെന്ന്. ഓ അങ്ങനെ തന്നെ. വിതച്ചത് ഇവരാണെങ്കിലും ജയിച്ചത് മുംബൈ ആണെങ്കിലും അതിന്റെ ലാഭവിഹിതം ഞങ്ങള് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അത് ഭയങ്കര ലാഭമായി പോയി. നന്ദി വേണോടോ. നന്ദിയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. ഈ തോൽവിയുടെ രുചി അറിയാത്ത ടീമുകൾ ഇന്നലെ തോറ്റെന്ന് കേട്ട് ചെറുതായിട്ട് രുചി അറിഞ്ഞു. എന്നാലും എന്റെ ഫ്രാൻസിസ്, മുംബൈയുടെ മേല് നിങ്ങൾക്ക് ഇത്ര അഡ്വാൻറ്റേജ് കിട്ടിയിട്ട് നിങ്ങൾ ആ കളി കൊണ്ടേ കളഞ്ഞല്ലോ. എന്ത് അഡ്വാൻറ്റേജ്? അളിയ, മുംബൈയുടെ ആകാശ് മിശ്ര 12ാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി മൻവീർ സിംഗിനെ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുന്നു. 12 മിനിറ്റിന് ശേഷം ഇവന്മാരുടെ കമ്മിൻസ് 1-0 ലീഡ് എടുക്കുന്നു. എന്താ അഡ്വാൻറ്റേജ് അല്ലേ? ഏറെക്കുറെ. പക്ഷെ ആ അഡ്വാൻറ്റേജ് 44ാം മിനിറ്റിൽ ഗ്രെഗ് സ്റ്റിവാർട്ട് ഡിസഡ്വാൻറ്റേജ് ആക്കി മാറ്റിയില്ലേ? ഏറെക്കുറെ. ഫസ്റ്റ് ഹാഫ് വിരിഞ്ഞപ്പോ 1-1 സമനിലയായിരുന്നു. സ്റ്റിൽ മുംബൈക്ക് 10 പ്ലെയേഴ്സ് ഉള്ളൂ. 53ാമത്തെ മിനിറ്റില് ഞങ്ങളുടെ ആശിഷ് റായ് മുംബൈയുടെ പെരേര ഡയാസിനെ ഫൗള് ചെയ്ത് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോയപ്പോ തുല്യായില്ലേ? ശരിയാണ്, 10 പ്ലെയേഴ്സ് 1-1 ഗേൾ നില. അടുത്തത് വരട്ടെ. 3 മിനിറ്റിനുള്ളിൽ ഇവന്മാരുടെ ബോസ് ഫൗള് ചെയ്തത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോയ ലിസ്റ്റൻ കൊളാക്കോ റെഫറിയുടെ ദേഹത്ത് തൊട്ടു എന്നും പറഞ്ഞ് അയാൾക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകും. ഇപ്പൊ ആർക്ക് അഡ്വാൻറ്റേജ്? ഇപ്പൊ മുംബൈക്ക്. മുംബൈ ആ അഡ്വാൻറ്റേജ് കണക്കിലെടുത്ത് 73ാം മിനിറ്റിൽ ബിപിൻ സിംഗ് ഗോൾ അടിച്ചു. അതെ, പക്ഷെ അത് സെൽഫ് ഗോൾ പോലൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. തോന്നലല്ല, ബിപിൻ സിംഗ് അടിച്ച പന്ത് അനിരുദ്ധ് താപ്പയുടെ കാലുമ കൊണ്ടിട്ടാണ് ഗോൾ പോസ്റ്റ് കയറിയത്. 2-1 മുംബൈ ലീഡ് ചെയ്ത ശേഷം ഇവരുടെ മോഹൻ ബഗാൻ കുറെ പരിശ്രമിച്ചു ഗോള് തിരിച്ചടിക്കാൻ. ബട്ട് നോട്ട് വാക്കിംഗ്. നടന്നില്ല ഒന്നും. 89ാം മിനിറ്റിലുണ്ടല്ലോ നമ്മുടെ കിയാന് നല്ലൊരു ചാൻസ് കിട്ടിയതാ. ഞാനത് ഗോളാവുന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആ ഗോളി തടുത്തിട്ട് വെയിറ്റ് ബാസ്റ്റിമൻ. എന്തൊരു കഷ്ടകാലം ദൈവമേ. ശരത്തെ, ഇവിടെ മോഹൻ ബഗാൻ എന്ന് പറഞ്ഞ് തോൽവി അറിയാത്തൊരു ടീം ഉണ്ടായിരുന്നല്ലോടാ. അവരെവിടെയാ? ഞങ്ങള് ജയിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇന്നലെ പുച്ഛിച്ച ഒരു ടീം ഉണ്ടായിരുന്നല്ലോടാ. അവരെവിടെയാ? എവിടെയെങ്കിലും കണ്ടോ? മതിയടേ, ഇന്നലെ ഞങ്ങളുടെ ദിവസം ആയിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തോറ്റു. സ്റ്റിൽ ടേബിളിൽ ഞങ്ങൾ തന്നെ നിങ്ങളെക്കാളും മുകളിൽ. സെയിം പോയിന്റ് അല്ലേ? പക്ഷെ ഞങ്ങൾക്ക് 8 കളിന്നാണ് ആ പോയിന്റ്, നിങ്ങൾക്ക് 9 കളിന്ന്. അതിനിവിടെ പ്രസക്തി ഇല്ല. പിന്നെ എന്തിനാ പ്രസക്തി ഉള്ളേ? മുംബൈ മോഹൻ ബഗാനെ തോൽപ്പിച്ചതിനാണ് ഇവിടെ പ്രസക്തി. ഫ്രാൻസിസ് സെബാസ്റ്റ്യനെ, നിങ്ങളുടെ തല്ലുപിടുത്തം കഴിഞ്ഞെങ്കിൽ ഇന്നലത്തെ കളിയിൽ 4th റെഡ് കാർഡ് ആർക്കാ കിട്ടിയെന്നൊന്ന് പറയാമോ? എടാ, നീ എന്തിനാ അവരോട് ചോദിക്കണേ? എന്നോട് ചോദിക്കേ, ഞാൻ പറയാം. എന്നാ നീ പറ. ഇവരുടെ ഗോള് നേടിയ ഗ്രെഗ് സ്റ്റിവാർട്ടില്ലേ, പുള്ളിക്ക് 88ാം മിനിറ്റിൽ 2 യെല്ലോ കാർഡ് കിട്ടി, റെഡ് കാർഡ് കിട്ടി പുറത്തു പോകും. നിങ്ങൾ റെഡ് കാർഡ് കിട്ടിയതെന്ന് ഇത്ര എടുത്ത് പറയണേ? പിന്നെ പറയണ്ട, ചരിത്ര സംഭവല്ലേ. 1-2 റെഡ് കാർഡാണ് കൊടുത്തത്. 7 എണ്ണം കൊടുത്തത്. 7 എണ്ണം. അതൊന്നും അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. നാണക്കേടാ. 6 എണ്ണം അല്ലേ? 3-3. അല്ലടാ, 4-3 അവിടെ മുംബൈയാ ലീഡിങ്. ഞങ്ങൾക്ക് കൂടുതല്. എന്താ ചെയ്യാ, അവിടെ ഞങ്ങൾ തന്നെ. എന്റെ പൊന്നു ഫ്രാൻസിസ്, ആ കളിയോ തോറ്റ്. ആ റെഡ് കാർഡ് കിട്ടുന്നതിലെങ്കിലും നിങ്ങൾക്കൊന്ന് ജയിച്ചുകൂടായിരുന്ന? അല്ല, ഈ ലാസ്റ്റ് കാർഡ് ആർക്കാ കിട്ടിയ? കളി കഴിഞ്ഞ് ഫൈനൽ വിസൽ മുഴങ്ങിയ ശേഷം പൊരിഞ്ഞടി ഇവന്മാരുടെ വിക്രം പ്രതാപ് സിംഗിനും രാഹുൽ ബേഗയ്ക്കും ഇവന്മാരുടെ ഹെക്ടർ യൂസേക്കും റെഡ് കാർഡ് കിട്ടി. അതിപ്പോ ലാഭമായില്ലോ. ആർക്ക് ലാഭമായിരുന്നു? അല്ല, ഇവന്മാർക്ക്, ബ്ലാസ്റ്റേഴ്സിന്. 24ാം തീയതി പ്രതികാരക്കളി കൊച്ചിയിലുണ്ടല്ലോ, ഞാനതങ്ങ് മറന്നു. ഉണ്ടടാ, പ്രതികാരമുണ്ട്. ഞങ്ങളുടെ പ്രബീർ ദാസിന്റെ കഴുത്തിന് പിടിച്ചതിനും കളി തോൽപ്പിച്ചതിനും ഉള്ള പ്രതികാരം കൊച്ചിയിൽ വെച്ച് 24ാം തീയതി തരാം. നന്ദി വേണോട്ടെ ചേർത്ത്. ആകാശ് മിശ്ര, ഗ്രെഗ് സ്റ്റിവാർട്ട്, വിക്രം പ്രതാപ് സിംഗ്, രാഹുൽ ബേക്കെ, എണ്ണം പറഞ്ഞ 4 കളിക്കാരെയാണ് ഒറ്റ കളി കൊണ്ട് സൈഡാക്കി തന്നത്. അവരുണ്ടെങ്കിലും ഞങ്ങൾ പ്രതികാരം ചെയ്തേനെ. ഇതിപ്പോ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഞങ്ങളുടെ 4 പ്ലെയേഴ്സ് ഇല്ലെങ്കിലും നിങ്ങൾ ജയിക്കൂടെ? ജയിക്കും. ആളില്ലാത്ത വീട്ടിൽ കയറി അടിക്കുന്നതേ അത്ര നല്ല സ്വഭാവമല്ല. ഞങ്ങൾ അത് സഹിച്ചു. എന്നാലും എന്റെ ബാസ്റ്റിനെ, ഞാൻ ഇങ്ങനത്തെ ഒരു കളി ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്താ, ഞങ്ങളുടെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായോ? അയ്യോ, നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയാണെന്നല്ല, ഒറ്റ മാച്ചിൽ 7 റെഡ് കാർഡും 7 യെല്ലോ കാർഡും കിട്ടുന്ന കളി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്. വേണ്ട, നീ ഇങ്ങോട്ടധികം ചായ അടിക്കണ്ട.
റെഫറി മോശമായിരുന്നു, അത് അത്ര കാർഡൊക്കെ പോയെ. അതെ, ഞങ്ങളുടെ കോച്ച് ഇവാൻ വൂക്കോമനോവിച്ച് റെഫറിന്ന് കൊള്ളൂല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കോച്ചിന് വിലക്ക്. നിങ്ങൾക്ക് അപ്പൊ പുച്ഛമായിരുന്നില്ലേ? ഇപ്പൊ എല്ലാവർക്കും കിട്ടണ്ടില്ല, അനുഭവിച്ചോട്ടാ. ഒരു കാര്യം അറിയോ, ഈ രാഹുൽ ഗുപ്തേനെ 2022-23 കാലയളവിലെ ബെസ്റ്റ് റെഫറി എന്ന് പറഞ്ഞ് AFF തെരഞ്ഞെടുത്തേണ ആളാ. ഞാനൊരു സൈഡിൽ നിന്ന് ന്യായീകരിച്ചു വരുമ്പോ ഇവൻ അതിന്റെ ഇടയിൽ പോട്ടെ. വീട്ടിൽ അടിയുണ്ടാക്കി വന്നതിന്റെ കലിപ്പ് പ്ലേയേഴ്സിന്റെ ദേഹത്ത് തീർത്ത രാഹുൽ ഗുപ്തയാണ് എന്റെ ഹീറോ. വേറൊരു വിറ്റുണ്ട്. എന്താ? ഇന്നലത്തെ കളിയെ ഫുട്ബോൾ കളി ആയിരുന്നില്ല, പിന്നെ ചീട്ട് കളിയായിരുന്നു. ചീട്ട് കളി ഫുള്ള് കാർഡ്സ് ആയിരുന്നല്ലോ. മതി മതി, ഇന്ന് ആരുടെ കളിയാ? ഹൈദരാബാദും ജംഷഡ്പൂരും. ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടിലെ ആര് ജയിക്കും? ടേബിളിൽ 11-12 സ്ഥാനത്ത് കിടക്കുന്ന ടീംസ് ഏറ്റുമുട്ടുമ്പോ തോൽക്കുന്ന ടീം 12ാം സ്ഥാനത്താവും. എനിക്ക് തോന്നുന്നു ഇന്ന് ഹൈദരാബാദ് ജയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജംഷഡ്പൂർ ഇന്ന് ജയിക്കുന്നു. ഇരുവരും ഇതുവരെ 9 കളി ഏറ്റുമുട്ടിയതിൽ 4 കളി ജയിച്ചതും ജംഷഡ്പൂരാ. ഒരു കളി ഹൈദരാബാദ് ജയിച്ചിട്ടുള്ളൂ. 4 കളിയാണെങ്കിൽ സമനില. ഹൈദരാബാദിന്റെ നിഖിൽ പൂജാരിയും ജംഷഡ്പൂരിന്റെ TP റഹനീഷും ആണ് കീ പ്ലേയേഴ്സ്. അതിന് അല്ല, എനിക്ക് ഈ ഫുട്ബോളിന്റെ നോളേജ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാ. അയ്യേ അയ്യേ അയ്യേ, കളിയാക്കല്ല. കളിയാക്കും, കാരണം നിങ്ങൾ തോറ്റ ടീം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കണ്ട. ഇതിന് പ്രതികാരമായിട്ട് അടുത്ത കളി പുഷ്പം പോലെ ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ എന്തേ അടുത്ത കളിയേ നിങ്ങളുടെ ഗോവയുടെ കൂടെയാ. ഐ ആം ട്രാപ്ഡ്. ഗോവ ജയിക്കണോ മോഹൻ ബഗാൻ ജയിക്കണോ പറയാൻ പറ്റില്ലല്ലോ. എന്നാലേ അതിന്റെ അടുത്ത കളി ഞങ്ങൾ പുഷ്പം പോലെ ജയിക്കും, നോക്കിക്കോ. അത് ശരി. ഇത് ഇത്ര ചിരിക്കാനുള്ള? ഞങ്ങളിപ്പോഴും ടേബിളില് 1-3 സ്ഥാനത്തുള്ളവരാ.